നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് സർക്കാർ അധികാരമേറ്റതിനു ശേഷം 3 തവണയാണ് നിയമസഭാ സമ്മേളനം ചേർന്നത്. ഇടതുമുന്നണിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇതേവരെ സംയുക്ത പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ കഴിയാത്ത അസാധാരണമായ സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. എൽ.ഡി.എഫിലെ 12 പാർട്ടികളിൽ CPM, CPI, RJD പാർട്ടികൾക്ക് മാത്രമാണ് നിയമസഭാ പ്രാതിനിധ്യമുള്ളത്. എന്നിട്ടും സംയുക്ത യോഗം ചേരാൻ കഴിയുന്നില്ല. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ആവശ്യപ്പെട്ട് CPI ഉടന്തടിച്ചു നിൽക്കുന്നതാണ് യോഗം ചേരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ഉപനേതൃപദവി ആവശ്യപ്പെട്ട് പരസ്യമായി മുന്നോട്ട് വന്നത്. LDF കൺവീനർക്ക് ഇത് സംബന്ധമായി CPI കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. പദവിയിൽ വിവാദമുണ്ടായതോടെ ഇനി പിന്നോട്ടില്ലെന്നാണ് CPI തീരുമാനവും. CPIക്ക് നിലവിൽ ഉപനേതൃപദവി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ നിലവിലില്ല. CPMന് ലഭിക്കേണ്ട ഉപനേതൃസ്ഥാനം എന്തുകൊണ്ട് CPI ആവശ്യപ്പെട്ടു എന്നാണ് ഇതോടെ പാർട്ടിക്ക് അകത്തുനിന്നും പുറത്തുനിന്നുമെല്ലാം ചോദ്യമുയർന്നത്. CPMന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് CPI കരുവായി മാറി എന്ന ആക്ഷേപവും ബിനോയ് വിശ്വത്തിനെതിരെ CPIയിൽ നിന്ന് ഉയരുകയും ചെയ്തു. ഉപനേതൃസ്ഥാനം KN ബാലഗോപാലിന് നൽകാതിരിക്കാൻ CPMൽ നിന്നും ഒരു വിഭാഗത്തിന്റെ നീക്കമുണ്ട്. പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന് ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളതിനാൽ പിണറായിക്ക് ബദലായി ബാലഗോപാൽ ഉയർന്നുവരും. ബാലഗോപാൽ പ്രതിപക്ഷ നേതാവായാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പാർട്ടിയിൽ നിന്നും മറ്റൊരു പേര് ഉയരുകയുമില്ല. പിണറായിയുടെ മരുമകനായ മുഹമ്മദ് റിയാസിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കങ്ങൾക്കും ഇത് തിരിച്ചടിയാകും. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ബാലഗോപാലിനെ വെട്ടാൻ CPMൽ നിന്നും നീക്കങ്ങൾ നടക്കുന്നത്. പ്രതിപക്ഷ ഉപനേതൃപദവി CPIക്ക് ലഭിച്ചാൽ CPMലെ ഈ പ്രശ്നങ്ങൾ അവസാനിക്കും. എന്നാൽ പിണറായിയുടെ അവശത കൂടി ഉയർത്തിക്കാട്ടി ബാലഗോപാലിന് ഉപനേതൃപദവി നൽകണമെന്ന് പാർട്ടിയിൽ ഒരു വിഭാഗം ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. ബാലഗോപാലിനും ഈ കാര്യത്തിൽ കടുത്ത അതൃപ്തി നിലനിൽക്കുന്നുമുണ്ട്. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായ പിണറായിയെ കുറ്റപ്പെടുത്തി ബാലഗോപാൽ പരസ്യമായി മുന്നോട്ട് വന്നതും ഇതിന്റെയൊക്കെ തെളിവ് തന്നെയായാണ് പാർട്ടി വൃത്തങ്ങൾ കാണുന്നത്. പ്രശ്നങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ബാലഗോപാലിനെ പ്രതിപക്ഷ ഉപനേതാവായി CPM തന്നെ ഏകപക്ഷീയമായി പ്രഖ്യാപിക്കാനുള്ള സാഹചര്യവുമുണ്ട്. അതിനുള്ള അവസ്ഥയാണ് നിലനിൽക്കുന്നതും. CPMലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് കരുവായി നിന്നുകൊടുത്ത ബിനോയ് വിശ്വത്തിന് തന്നെയാകും ഈ കാര്യത്തിലുള്ള തിരിച്ചടി. പ്രതിപക്ഷ ഉപനേതൃപദവി ആവശ്യപ്പെട്ട് പരസ്യമായി രംഗത്ത് വന്നതിൽ CPIക്കുള്ളിലും കടുത്ത അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. ഉപനേതൃപദവി എന്തിനാവശ്യപ്പെട്ടു എന്ന കാര്യത്തിൽ തൃപ്തികരമായ വിശദീകരണം പാർട്ടിക്ക് നൽകാൻ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ബിനോയ് വിശ്വത്തിന് കഴിഞ്ഞിട്ടുമില്ല. ഈ കാര്യത്തിൽ CPIക്ക് തിരിച്ചടി വന്നാൽ പ്രതിക്കൂട്ടിലാവുക ബിനോയ് വിശ്വം തന്നെയാകും. നിലപാടില്ലാത്ത നേതാവെന്നാണ് CPIയിൽ ബിനോയ് വിശ്വത്തിനെതിരെയുള്ള വിമർശനം. കാനം പാർട്ടിയെ കൊണ്ടുപോയ രീതിയിൽ കൊണ്ടുപോകാൻ ബിനോയ് വിശ്വത്തിന് തീരെ കഴിയുന്നില്ലെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. എന്തായാലും ഉപനേതൃപദവി തീരുമാനം നീട്ടിക്കൊണ്ടുപോകാൻ CPMന് സാധിക്കില്ല. ഈ പ്രശ്നത്തിൽ മുന്നണി വിടാൻ CPIക്കും സാധിക്കില്ല. എത്രയും വേഗം പ്രശ്നപരിഹാരം വേണമെന്നാണ് LDFിന്റെ ആവശ്യവും. സഭയിൽ ഇപ്പോൾ പ്രതിപക്ഷം ഒറ്റക്കെട്ടല്ല. PM ശ്രീ, വിഴിഞ്ഞം ഓഹരി കൈമാറ്റം, മദ്യത്തിന്റെ നികുതി ഇളവ് എന്നിങ്ങനെയൊക്കെയുള്ള വിവാദങ്ങൾ കത്തി നിന്നിട്ടും നിയമസഭയ്ക്ക് പുറത്ത് യോജിച്ചൊരു പ്രതിഷേധത്തിന് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് LDF. അതിന് കാരണം സംയുക്ത പാർലമെന്ററി പാർട്ടി യോഗം കൂടാത്തതുമാണ്. എന്തായാലും ഉപനേതൃപദവിയിൽ എന്താകും തീരുമാനം എന്നാണ് ഇപ്പോൾ ഉറ്റുനോക്കപ്പെടുന്നത്.